സസ്പെൻഷനിൽ തുടരുന്ന IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരായി. ന്യായമായ ഒരു പരിഹാരം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ വിദ്വേഷമില്ലെന്നും ഹിയറിംഗിന് ശേഷം പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി നേരിടുകയും തുടർന്നും സോഷ്യൽ മീഡിയ വഴി പരസ്യപ്രതികരണം നടത്തി വിവാദത്തിലുമായ IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരായി. ഹിയറിംഗിന് ഹാജരാകുന്ന ദിവസവും പ്രശാന്ത് സോഷ്യൽ മീഡിയ വഴി ചീഫ് സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ന്യായമായ ഒരു പരിഹാരം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ വ്യക്തിപരമായ വിദ്വേഷമില്ലെന്നും ഹിയറിംഗിനു ശേഷം പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചീഫ് സെക്രട്ടറി വളരെ തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം എപ്പോഴും എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എല്ലാം ഒന്നും ഒരുപക്ഷെ ശ്രദ്ധയിൽ വരണമെന്നില്ല. അപ്പോൾ ഒരു ഫെയറായിട്ടുള്ളൊരു ഹിയറിംഗ് അവസരം വരുമ്പോഴാണ് ഒരു നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊരു ചാൻസ് നമുക്കും കിട്ടുന്നത്. അപ്പോൾ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു ധർമ്മമുണ്ടല്ലോ, ശരിയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളെ ജോലിയിൽ എന്തെങ്കിലും അപാകതയോ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുന്നതിൽ തെറ്റില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അത് ആരായാലും എപ്പോഴായാലും അതിനൊരു സമയവും കാലവും ഒക്കെ ഉണ്ടാവും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. സർക്കാരിനെയോ സർക്കാർ നയങ്ങളെയോ ഞാൻ വിമർശിക്കാറില്ല. രാഷ്ട്രീയക്കാരെയും ഒന്നും ഞാൻ പറയാറില്ല. അതൊന്നും ഞാൻ പറയാറില്ല. ഓക്കെ. അവധിയെടുക്കുന്നതിൽ പ്രശാന്ത് കൃത്രിമത്വം കാട്ടിയെന്നും IAS ഉദ്യോഗസ്ഥനായ K ഗോപാലകൃഷ്ണനെ ഉന്നതി CEO ആയി നിയമിച്ചപ്പോൾ ചുമതലകളും രേഖകളും കൈമാറാൻ പ്രശാന്ത് വിസമ്മതിച്ചു എന്നുമായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗിയെന്ന അടിക്കുറിപ്പോടെ പ്രശാന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നവംബറിൽ പ്രശാന്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി കത്തയച്ചു. നവംബർ 11 പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിച്ച് ചീഫ് സെക്രട്ടറി തുടർ നടപടി സർക്കാരിന് ശുപാർശ ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.